ഇന്നിപ്പോ തോട്ടത്തിൽ വന്നപ്പോഴേ നല്ലൊരു ചക്ക മൂത്തത് കണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ ചക്ക ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ചക്കക്കൂട്ടാൻ വെക്കാം. അതാ പ്ലാവിന്റെ അടിയിലെത്തിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ പ്ലാവ്. അടിയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് കേട്ടോ. ഇതാ താഴെ തന്നെ ഉണ്ടല്ലേ കുറേ ചക്ക ഉണ്ട്. പക്ഷെ നമുക്ക് ഇടാനുള്ള ചക്ക നല്ല മുകളിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ചക്കയാണ്. ഇപ്പൊ 2 ദിവസമായി ഉമ്മ ചക്ക മൂത്തുകണെന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഒരു ഒഴിവും കിട്ടണ്ടേ, ഓരോ പണിയിലായി പോവും. താഴെയൊക്കെ ആണെങ്കിൽ എങ്ങനെയും ഉമ്മ ഇവിടെ തന്നെ തോട്ടിയൊക്കെ ഇട്ടിട്ട് എങ്ങനെ ചാടിക്കും. പക്ഷെ ഇടാത്ത നന്നായി. അതുകൊണ്ട് ഇനി നമുക്ക് നല്ല ചക്കയൊക്കെ പറിച്ച് നല്ലൊരു ചക്കക്കൂട്ടാൻ വെക്കുന്ന ഒരു വീഡിയോയും ചെയ്യാലോ. അപ്പൊ എന്നാലേ കയറട്ടെ. അപ്പൊ ഇതാ ചെറിയ തോട്ടി എടുത്തത് മുകളിൽ കയറിയിട്ട് അഥവാ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ നിന്നിട്ട് വലിച്ച് ചാടിക്കാൻ കേട്ടോ. താഴത്തെ തോട്ടിയൊന്നും വെച്ചിട്ട് എത്തൂല. വലിയ തോട്ടിയൊന്നും വെച്ചാലൊന്നും എങ്ങനായാലും ചക്ക അത്രയും മുകളിലാണ്. അപ്പൊ ഞാൻ മരം കയറുമ്പോ നമ്മളെ ഷൂ ഒഴിവാക്കൂല കേട്ടോ. ഇതിട്ട് തന്നെ ഞാൻ എപ്പോഴും മരത്തിലൊക്കെ കയറല്. എനിക്കതെന്താ കുഴപ്പമൊന്നുമില്ല. ചില ഇതിന് മുന്നേ നമ്മൾ പ്ലാവിൻ്റെ ഇലൊക്കെ കിട്ടുമ്പോൾ ഒരു കമന്റ് വന്നിരുന്നു ഇതൊക്കെ ഇട്ടാൽ വഴുക്കൂലെന്ന്. പക്ഷെ ഞാൻ പ്ലാവിൻ്റെ ഇല കിട്ടുമ്പോഴും മരം കയറുമ്പോഴൊക്കെ ഇതിട്ട് ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഊരി വെക്കുന്നില്ല. അപ്പൊ നമ്മൾ ചക്കേന്റെ അടുത്തെത്തി. പക്ഷെ തോട്ടിന്റെ ആവശ്യമൊന്നും വേണ്ട. ഇതൊക്കെ ചക്ക തൊട്ടടുത്താ. അത് അങ്ങോട്ടുള്ള അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക്. ഇതൊക്കെയാണ് തോട്ടി വേണം. ഇതിപ്പോ എന്താ ചെയ്യാ, ഒരു കൊലയിലാണ് ഇതാ 3 ചക്ക ഉള്ളത്. ഇനിയിപ്പോ കത്തി എടുക്കാൻ താഴെ പോയ പണിയാണ്. എന്താ വെച്ചാൽ ഈ തോട്ടി കുറച്ച് മൂർച്ചം കുറവാ. വല്ല ഇത് വെച്ച് വലിച്ചാൽ ചിലപ്പം ഈ 3 വീഴറില്ല. കാണുന്നുണ്ടോ, ഒരു കൊലയിലാ. 1 2 3 നമുക്ക് ഇടേണ്ട ചക്ക ഇതാണ്, വലിയ ചക്ക ഇതല്ലേ. ഇപ്പൊ താഴേക്കായപ്പോ ചക്കന്റെ വലുപ്പം ഇവിടുന്ന് മനസ്സിലാവണില്ല. അതല്ലേ മൂത്തത്. അങ്ങനെ ചക്ക താഴത്ത് നമ്മളെ കത്തിക്ക് മൂർച്ചം കുറവായതാണ്ട് കുറെ നേരം വലിക്കേണ്ടി വന്ന്. അങ്ങനെ വലിച്ചപ്പോൾ പേടിയതാ ഈ നെറ്റ് പോന്നാൽ ഈ 2 ചക്കയും വീഴും. ഭാഗ്യത്തിന് നമ്മളെ കറക്റ്റ് നമ്മൾ ഇടാൻ വെച്ച ചക്ക തന്നെ വീണിട്ടുള്ളൂ. എന്തായാലും നിങ്ങളെ ചക്കന്റെ സ്ഥിതി നോക്കി, ചക്ക എന്തായാലും പൊട്ടും, അതുറപ്പാ. മെല്ലെ ഇനി താഴെ ഇറങ്ങട്ടെ. ചക്ക നോക്ക് എന്താ അവസ്ഥ നോക്കെ. പിന്നെ കൂട്ടാൻ വെക്കാനുള്ളതുകൊണ്ട് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. വലിയൊക്കെ താഴെത്തിയാലേ ചക്കന്റെ വലുപ്പം മനസ്സിലാവുള്ളൂ. അപ്പൊ താഴെ എത്തിയപ്പോഴാണ് ചക്കന്റെ വലുപ്പം അറിയുന്നത്. നല്ല വലിയ ചക്ക ഇങ്ങനെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട്. ഗ്യാപ്പിലൂടെ ഇങ്ങനെ കാണുമ്പോഴേ നല്ല മൂപ്പായിട്ടുണ്ട്. ഇതാ അടിക്കുമ്പോ തന്നെ അറിയാം നല്ല മൂപ്പായിട്ടുണ്ട്. വേഗം കൊണ്ടുപോകാൻ അത്യാവശ്യം കാണുന്നുണ്ട്. നമുക്ക് വേഗം കൊണ്ടുപോയിട്ട് മുറിക്കാം. ചക്ക മുറിക്കാൻ വേണ്ടി പോവാണ്. ഏതായാലും കുറെ പൊട്ടിക്കണേ. ഇനി ഒറ്റ കൊത്തിനെ ചിലപ്പോ മുറിഞ്ഞു കിട്ടും. പൊട്ടിയതുകൊണ്ട് എത്ര പെട്ടെന്ന് ഇതൊക്കെ അല്ല മൂപ്പായ സൂപ്പർ ചക്ക കേട്ടോ. ഇതാ 2 പീസും അടിഭാഗത്ത് മണ്ണുണ്ട്. ഒരു സൈഡ് നേരെ കണ്ടില്ല മണ്ണൊക്കെ കൂടി തട്ടിയിട്ട്. അപ്പൊ അതങ്ങനെ വെക്കാം. നല്ല മൂത്തുണ്ട്. അപ്പൊ ഒരു ചോള എടുത്തിട്ട് ചക്ക മുറിച്ചാ പിന്നെ വേഗം നമ്മള് തിന്നു നോക്കണ്ടേ. ഓക്കെ, നല്ല സൂപ്പർ ചോള പഴുക്കാരായിട്ടുണ്ട്. ഇന്ന് തന്നെ കൂട്ടാൻ വെച്ചാൽ നമുക്ക് പറ്റും. നാളേക്ക് എന്തായാലും മധുരം വെക്കും. മധുരല്ല എന്തായാലും അടിപൊളി. വേഗന് ചോള എരിഞ്ഞിടാ. ഒരു പീസ് മാത്രം മതിയാകൂല്ലേ. എന്തായാലും മറ്റേ നാളത്തേക്ക് എന്നാല് പഴുത്തുണ്ടാ. ഇപ്പൊ ചക്ക ഇട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നവരെ ഇന്റെ പണിയുള്ളൂ. ഇനിയൊക്കെ ഇതാ ഉമ്മയാണ് കേട്ടോ. ഉമ്മാന്റെ പണികളാണ്. ചോള എരിഞ്ഞിട്ട് ആദ്യം വേഗം ചോള എരിയാൻ കിട്ടുന്നുണ്ടല്ലോ. നല്ല മുറിച്ചിട്ടല്ലേ. വലിയ ചോള അല്ലേ. നിങ്ങളെടുത്ത് കഴിച്ചാണെങ്കിൽ ഞാൻ 2 ചോള ഇപ്പൊ തന്നെ വെള്ളം ഇറങ്ങി. നമ്മളൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ.
ഒരു ഭാഗം പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഭീമൊക്കെ പഴുത്തതാ ഇഷ്ടം. അതും കൂടെ മുറിച്ചരമ്മ. ഈ കത്തിയൊക്കെ ചക്ക മുറിക്കാനായിട്ടുള്ള കത്തിയാണ്. വിളഞ്ഞുകൊണ്ട് ഇതിന് മുറിച്ചില്ല. അപ്പൊ വിളഞ്ഞു പിടിച്ചിട്ട് നോക്കി. എല്ലാ കത്തിയിലും വിളഞ്ഞാക്കിയാലേ ഭയങ്കര പണിയാ. പണികൾ മറ്റേ എന്ത് വെട്ടിയാലും മൂർച്ചയും കാര്യങ്ങളും പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ കത്തി മാത്രം നമ്മള് ചക്ക മുറിക്കാൻ എടുക്കുക. നമ്മൾ ചുള ഇരിഞ്ഞു കഴിഞ്ഞ് അപ്പൊ നമ്മ ചക്ക അങ്ങനെ അരിഞ്ഞിടുക. നല്ല ചതവ് കുടുങ്ങിയിട്ട ചക്കക്ക്. നല്ല ഹൈറ്റിന്ന് വന്നുകൊണ്ടേ നല്ലൊരു പൊട്ട. അത് കോടാലിയായിട്ട് കൊത്തിയപ്പോ തന്നെ ചക്ക മുറിഞ്ഞ്. ചക്കയിലിടാൻ നമുക്ക് കുറച്ച് കാന്താരി മുളക് വേണം. വേഗം നമുക്ക് അത് പറിച്ചെടുക്കാം. ഇഷ്ടം പോലെ കാന്താരി മുളക് ഉണ്ട്. നമ്മൾ അരിഞ്ഞിട്ട ചക്കയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. എന്താ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം ചെയ്യുന്ന ഉപ്പിടുക അല്ലേ. പാകത്തിന് ഉപ്പിട്ട് പിന്നെ നമ്മൾ കാന്താരി മുളക് ചതച്ചത് ഇതാ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം കൂട്ടിയ കാന്താരി മുളക് കറക്റ്റ് കിട്ടാനാട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇനി നമുക്ക് നല്ലത് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്ക നല്ല വെന്ത് കഴിഞ്ഞ് ഇനി ഇതുപോലെ ഒന്ന് ഉടക്കണം കേട്ടോ. നല്ല ഉടച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ നല്ലത് ഉടച്ചു കഴിഞ്ഞ് ഇത് വറവാക്കുകയാണ്. അതിലേക്ക് ഇത് ആദ്യം കടുക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചൂടോടെ ഉമ്മ കിട്ടുക പ്ലേറ്റ് കിട്ടുക. ചക്ക കുരു വേണം ഉമ്മ. കുരുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ആവി ഉറക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല അയിലേന്റെ തല കേട്ടോ കഷ്ണൊക്കെ എടുത്ത് വരി പൊരിച്ച് തല മുളകിട്ടുണ്ട്. അപ്പൊ അതിലത്തല മുളകിട്ട് നോക്കിയതാ. അതും കൂടെ ഉണ്ട് വയ്ക്കുക. കുറച്ചുകൂടെ നീരെടുക്കട്ടെ. നല്ല വെന്തുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ചൂടാട്ടോ. അപ്പൊ അങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ മുക്കിയിട്ട് നല്ല വെന്തുകൊണ്ടേ അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ചക്ക കൂട്ടാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തെ മുളകിട്ട മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറച്ചിക്കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചക്കക്കൂട്ടാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ എടുക്കുക, അങ്ങനെ കഴിക്കുക. അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോയില്. അപ്പൊ എല്ലാവരും വേഗം നല്ല മൂത്ത ചക്കയൊക്കെ കിട്ടും. വേഗം ഇതുപോലത്തെ ചക്കക്കൂട്ടാൻ ഉണ്ടായിക്കോളി. നല്ല അടിപൊളി ടേസ്റ്റാണ് ചക്കക്കൂട്ടാൻ.